ഹരികൃഷ്ണ സ്വാമി ശരണമയ്യപ്പ. പന്തളം രാജകുടുംബത്തിലെ പ്രഗത്ഭനായ രാജാവായിരുന്നു രാജശേഖരൻ. സ്വഭാവിയും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു രാജശേഖരൻ. ഈ രാജാവിനെ ജനങ്ങൾ അതിരറ്റു സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ സന്തോഷത്തോടെയും സുഭിക്ഷതയോടെയുമാണ് കഴിഞ്ഞിരുന്നത്. തികഞ്ഞ ഈശ്വരഭക്തനായ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടമൂർത്തികൾ വിഷ്ണുവും ശിവനുമായിരുന്നു. മാംഗല്യം കഴിഞ്ഞ് വർഷമേറെ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാത്തതിൽ രാജാവും റാണിയും വളരെ ദുഃഖിതരായിരുന്നു. ഒരു ഉണ്ണി ഉണ്ടായി കാണുവാൻ വേണ്ടി രാജാവ് പലവിധ പൂജകളും ഹോമങ്ങളും നടത്തി. മാത്രമല്ല, ഭഗവത് കടാക്ഷത്തിന് വേണ്ടി അവർ വിഷ്ണുവിനെയും ശിവനെയും കഠിനവ്രതത്തോടെ ഉപാസിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിലെത്തി കുറേ സമയം മൃഗങ്ങളെ നായാടിയതിന് ശേഷം വിശ്രമിക്കാൻ വേണ്ടി പമ്പാ നദി തീരത്തെത്തി. അവർ നദിയിൽ നിന്നും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നദീതീരത്ത് കുറച്ചു നേരം വിശ്രമിച്ചു. എന്നിട്ട് അവർ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവർ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഈ കൊടും കാട്ടിൽ ഒരു കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് അവർ ആ പ്രദേശമാകെ തിരഞ്ഞു. അപ്പോൾ അതാ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് ഒരു ശിശുവിനെ കിടത്തിയിരിക്കുന്നു. ചുറ്റും ദിവ്യപ്രഭാപൂരം പരത്തുന്ന ഒരു ആൺകുഞ്ഞായിരുന്നു അത്. ഹരിഹരപുത്രൻ്റെ ജനനത്തിന് കാരണമായ ഒരു കഥ കേൾക്കാം. ദുർവാസവ മഹർഷിയുടെ ശാപത്താൽ ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചിരുന്നു. അതിൽ ദുഃഖിതരായിത്തീർന്ന ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. പാലാഴി കടഞ്ഞ് അതിൽ നിന്നും കിട്ടുന്ന അമൃത് സേവിച്ചാൽ ദേവന്മാർക്ക് പൂർവ്വരൂപം ലഭിക്കുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. എന്നാൽ പാലാഴി മഥനം എന്നത് ദേവന്മാരെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ കഴിയാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് ദേവന്മാർ അതിൽ നിന്നും ലഭിക്കുന്ന അമൃതിൻ്റെ പകുതി നൽകാം എന്ന് പറഞ്ഞ് അസുരന്മാരെ സഹായത്തിന് വിളിച്ചു. അങ്ങനെ മന്ദരപർവ്വതത്തെ കടക്കോലായും സർപ്പരാജാവായ വാസുകിയെ കയറായും ഉപയോഗിച്ച് അവർ പാലാഴി മഥനം ആരംഭിച്ചു. അപ്പോൾ പാലാഴിയിൽ നിന്നും ഉച്ചൈസ്രവസ് എന്ന കുതിരയും ഐരാവതവും പാരിജാതവും ലക്ഷ്മി ദേവിയും ഒക്കെ ഉയർന്നു വന്നു. ഒടുവിലായി ധന്വന്തരി ഭഗവാൻ അമൃതകുംഭവുമായി അതിൽ നിന്നും ഉയർന്നു വന്നു. പെട്ടെന്ന് അസുരന്മാർ ആ അമൃതകുംഭം കൈക്കലാക്കി ദേവന്മാർക്ക് കൊടുക്കാതെ അപ്രത്യക്ഷരായി. അപ്പോൾ മഹാവിഷ്ണു മോഹിനി രൂപം എടുത്ത് അസുരന്മാരുടെ അടുത്തു ചെന്ന് അവരെ കബളിപ്പിച്ച് അമൃതകുംഭം കൊണ്ടുപോയി ദേവന്മാർക്ക് കൊടുത്തു. പിന്നീടൊരിക്കൽ വൃകാസുരൻ ശ്രീ മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്താനായി കഠിന തപസ് ആരംഭിച്ചു. ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് ആഹാരമൊക്കെ ഉപേക്ഷിച്ചായിരുന്നു അസുരൻ്റെ തപസ്. ഇതിൽ പ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ വലതു കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ഞാൻ ആരുടെ ശിരസിൽ തൊട്ടാലും അവർ തൽക്ഷണം ദഹിച്ചു ഭസ്മമായി പോകണം എന്ന വരം ചോദിച്ചു. മഹാദേവൻ വൃകാസുരന് ആ വരം കൊടുത്തു. ആ വരം ലഭിച്ചപ്പോൾ അവിടുന്ന് നൽകിയ വരം ഫലിക്കുമോ എന്നറിയാൻ ഞാൻ അങ്ങയുടെ തലയിൽ തന്നെ തൊട്ടുനോക്കട്ടെ എന്ന് പറഞ്ഞ് ശിവഭഗവാന്റെ അടുത്തേക്ക് വൃകാസുരൻ ചെന്നു. അപ്പോൾ ഭഗവാൻ അവനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓട്ടം തുടങ്ങി. അങ്ങനെ ഓടിയോടി മഹാദേവൻ വൈകുണ്ഠത്തിലെത്തി. എന്നാൽ ഈ കാര്യമൊക്കെ വിഷ്ണു ഭഗവാൻ നേരത്തെ തന്നെ മനക്കണ്ണിൽ കണ്ടിരുന്നു. ഭഗവാൻ വിഷ്ണു മോഹിനി രൂപം പൂണ്ട് പൂന്തോട്ടത്തിൽ പന്തു തട്ടിക്കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് വന്ന വൃകാസുരൻ ആ സുന്ദരിയെ കണ്ട് മയങ്ങിപ്പോയി. താൻ അവിടേക്ക് എന്തിനാണ് വന്നതെന്നോ ആരുടെ പിറകെ ഓടിക്കൊണ്ടാണ് വന്നതെന്നോ എന്നുള്ള കാര്യമൊക്കെ മറന്ന് ആ സുന്ദരിയിൽ തന്നെ ഭ്രമിച്ചു നിന്നുപോയി. ആ അസുരൻ പിന്നീട് മോഹിനിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. അപ്പോൾ നൃത്തത്തിൽ എന്നെ തോൽപ്പിക്കുന്ന ഒരാളെ മാത്രമേ
താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് മോഹിനി പറഞ്ഞു. ഇത് കേട്ട വൃകാസുരൻ മോഹിനിയുടെ കൂടെ നൃത്തം ചെയ്യാൻ തയ്യാറായി. മോഹിനി ചെയ്യുന്ന നൃത്തച്ചുവടുകളെല്ലാം അനുകരിക്കുകയായിരുന്നു വൃകാസുരൻ. വളരെ തന്ത്രപൂർവം മോഹിനി തൻ്റെ വലതു കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് തലയിൽ തൊടുന്ന ഒരു മുദ്ര കാണിച്ചപ്പോൾ വൃകാസുരൻ മറ്റൊന്നും ഓർക്കാതെ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ തന്നെ ആ അസുരൻ അഗ്നിയിൽ ദഹിച്ചുപോയി. ശിവവരത്തിൻ്റെ ശക്തി കണ്ട് എല്ലാവരും നടുങ്ങിപ്പോയി. ഇതൊക്കെ ദൂരെ മറഞ്ഞിരുന്ന് വീക്ഷിക്കുകയായിരുന്ന മഹാദേവൻ ആശ്വാസത്തോടെ അവിടേക്ക് വന്നു. പക്ഷേ അപ്പോഴേക്കും മഹാവിഷ്ണു മോഹിനി രൂപം വെടിഞ്ഞ് തൻ്റെ സ്വന്തം രൂപം പ്രാപിച്ചിരുന്നു. അവിടെ എത്തിയ മഹാദേവൻ മോഹിനിയെക്കുറിച്ച് മഹാവിഷ്ണുവിനോട് തിരക്കി. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ തന്നെയായിരുന്നു ആ മോഹിനി രൂപമെടുത്ത് ഇവിടേക്ക് വന്നത്. എങ്കിൽ തനിക്ക് ആ രൂപം ഒന്നുകൂടി കാട്ടിത്തരൂ എന്ന് പറഞ്ഞ മഹാദേവന് മഹാവിഷ്ണു ആ രൂപം കാട്ടിക്കൊടുത്തു. ആ വിശ്വമോഹിനിയുടെ അംഗക്കൊഴുപ്പും ലാസ്യഭാവവും ശിവനിൽ കാമമുണർത്തി. അങ്ങനെ അവർ തമ്മിൽ ഒന്നായപ്പോൾ മോഹിനി ദിവ്യഗർഭം ധരിച്ചു. അപ്പോൾ തന്നെ മോഹിനിയുടെ വലതുതുട പിളർന്ന് ഒരു ദിവ്യശിശു ജനിക്കുകയും ചെയ്തു. ആ ശിശുവിനെ മോഹിനി മഹാദേവനെ ഏൽപ്പിച്ച് ഭഗവാൻ തൻ്റെ മോഹിനി രൂപം വെടിഞ്ഞു. എന്നിട്ട് മഹാവിഷ്ണു ഒരു മണി ആ ശിശുവിൻ്റെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്തു. മഹാദേവൻ ആ ശിശുവിനെ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഭഗവാന് പന്തളത്ത് മഹാരാജാവ് പുത്രലബ്ധിക്കായി തീവ്ര ഭക്തിയോടെ തങ്ങളെ പൂജിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ശിവഭഗവാൻ ആ ശിശുവിനെയും കൊണ്ട് ഭൂമിയിലെത്തി പമ്പാ നദി തീരത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടത്തി. എന്നിട്ട് ഭഗവാൻ അവിടെ മറഞ്ഞു നിന്നു. കാരണം രാജാവ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് രാജാവിന് ആ ശിശുവിനെ കിട്ടുന്നത്. ആ ശിശുവിനെ കണ്ടപ്പോൾ തന്നെ രാജാവിന് സന്താനമില്ലാതെ വിഷമിക്കുന്ന തനിക്ക് ഭഗവാൻ മഹാദേവൻ അനുഗ്രഹിച്ച് സമ്മാനിച്ച ശിശുവാണ് ഇതെന്ന് മനസ്സിലായി. രാജാവ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തി. അപ്പോൾ ഒരു വൃദ്ധ സന്യാസി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ആ സന്യാസിയിൽ ശിവചൈതന്യമുണ്ടായിരുന്നു. മേലാസകലം ഭസ്മം പൂശി രുദ്രാക്ഷമാലകൾ അണിഞ്ഞ് ജടപിടിച്ച മുടി ഉയർത്തി കെട്ടിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ജരാനരകൾ ബാധിച്ച അവരുടെ മുഖത്ത് അസാധാരണമായ തിളക്കമുണ്ടായിരുന്നു. ആ സന്യാസിയോട് മഹാരാജാവ് ഈ കുട്ടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ പുത്രസന്താന ഭാഗ്യമില്ലാതിരുന്ന അങ്ങേക്ക് ഭഗവാൻ ശ്രീ പരമേശ്വരൻ കനിഞ്ഞു നൽകിയ നിധിയാണെന്നും കഴുത്തിൽ മണി കെട്ടിയിരിക്കുന്നത് കൊണ്ട് മണികണ്ഠൻ എന്ന പേരിട്ട് സ്വന്തം പുത്രനായി വളർത്തണമെന്നും ആ വൃദ്ധ സന്യാസി പറഞ്ഞു. മാത്രമല്ല 12 വർഷം കഴിയുമ്പോൾ ഇവനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അങ്ങേക്കറിയാൻ പറ്റുമെന്നും ഭഗവാൻ അങ്ങയെ അനുഗ്രഹിക്കുമെന്നും പറഞ്ഞു. രാജാവ് ആ സന്യാസിയോട് നന്ദി പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ സന്യാസി അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. അപ്പോൾ രാജാവിന് അത് ശ്രീ പരമേശ്വരൻ തന്നെ ആയിരുന്നു എന്ന് ബോധ്യമായി. അപ്പോൾ തന്നെ രാജാവ് ആ ശിശുവിനെയും കൊണ്ട് രാജധാനിയിലേക്ക് തിരിച്ചു. ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ടുവരുന്ന രാജാവിനെ കണ്ട് രാജ്ഞി അത്ഭുതപ്പെട്ടു. അപ്പോൾ രാജാവ് രാജ്ഞിയോട് കാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു. റാണി അവനെ സ്വന്തം മകനെ പോലെ വാരിയെടുത്തു മാറോട് ചേർത്തു. അവർ സ്വന്തം പുത്രനായി തന്നെ മണികണ്ഠനെ വളർത്തി. മണികണ്ഠൻ്റെ കളിച്ചിരികൾ കൊണ്ട് ആ കൊട്ടാരം ചൈതന്യവത്തായി. കൊട്ടാരത്തിലുള്ള എല്ലാവരും സന്തോഷിച്ചു. അങ്ങനെ കുറച്ചു കാലം കടന്നുപോയി. കുറേ കാലം കഴിഞ്ഞപ്പോൾ രാജ്ഞി ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവർ അവന് രാജരാജൻ എന്ന പേരിട്ടു. മണികണ്ഠന് വിദ്യാഭ്യാസം നൽകേണ്ടെന്ന പ്രായമായപ്പോൾ രാജാവ് അവനെ രാജഗുരുവിൻ്റെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി കൊണ്ടുവിട്ടു. വളരെ പെട്ടെന്ന് തന്നെ മണികണ്ഠൻ എല്ലാ വിദ്യകളും അഭ്യസിച്ചിരുന്നു. ആ ഗുരുനാഥന് ജന്മനാ മൂകനും അന്ധനുമായ ഒരു മകനുണ്ടായിരുന്നു. മണികണ്ഠൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി രാജകൊട്ടാരത്തിലേക്ക് മടങ്ങാൻ നേരം ഗുരുവിനോട്
എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണയായി വേണ്ടതെന്ന് ചോദിച്ചു. നേരത്തെ തന്നെ മണികണ്ഠൻ്റെ അത്ഭുത സിദ്ധികളും ഭഗവത് ചൈതന്യവും മനസ്സിലാക്കിയിരുന്ന ഗുരുവിനെ മണികണ്ഠൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് ബോധ്യമായിരുന്നു. അതുകൊണ്ട് രാജഗുരു ഗുരുദക്ഷിണയായി മണികണ്ഠനോട് ആവശ്യപ്പെട്ടത് തൻ്റെ മകൻ്റെ വൈകല്യം മാറ്റിത്തരണം എന്നായിരുന്നു. അങ്ങനെ മണികണ്ഠൻ തൻ്റെ ഗുരുപുത്രൻ്റെ വൈകല്യമൊക്കെ മാറ്റിക്കൊടുത്തു. എന്നിട്ട് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയ മണികണ്ഠനെ രാജാവ് സൈന്യാധിപനായി നിയമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ രാജാവിൻ്റെ ഈ തീരുമാനത്തിൽ മന്ത്രിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ മന്ത്രി അത് പുറമേ കാണിച്ചില്ല. തൻ്റെ കള്ളത്തരങ്ങളൊക്കെ മണികണ്ഠൻ കണ്ടെത്തുമെന്ന് മന്ത്രി ഭയന്നു. മണികണ്ഠൻ തൻ്റെ കൊട്ടാരത്തിലെ സൈന്യത്തെ നവീകരിക്കാനും വിപുലീകരിക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കൂടാതെ അവരെ പുതിയ ആയുധമുറകൾ അഭ്യസിപ്പിക്കുകയും പുതിയ കുറേ ആയുധങ്ങൾ സംഭരിക്കുകയും ചെയ്തു. അത് പന്തളം സൈന്യത്തിന് പുതിയൊരു ഉണർവുണ്ടാക്കി. ആയിടയ്ക്ക് ഒരു കൂട്ടം കൊള്ളക്കാർ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നുണ്ടായിരുന്നു. മണികണ്ഠൻ ഒറ്റയ്ക്ക് ആയുധധാരികളായ ആ 12 കൊള്ളക്കാരെ നേരിട്ട് അവരെ തുരത്തി ഓടിച്ചു. എല്ലാവരും മണികണ്ഠനെ പുകഴ്ത്തി. എന്നാൽ മന്ത്രിക്ക് ഇതൊന്നും തീരെ രസിക്കുന്നുണ്ടായിരുന്നില്ല. മണികണ്ഠൻ്റെ വീരകൃത്യങ്ങളും സൈന്യത്തെ നവീകരിക്കാനുള്ള സാമർഥ്യവുമൊക്കെ കേട്ടറിഞ്ഞ പാണ്ഡ്യരാജാവ് പാണ്ഡ്യ സൈന്യത്തെ നവീകരിക്കാൻ വേണ്ടി മണികണ്ഠനെ അയക്കണമെന്ന് രാജശേഖരനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ മണികണ്ഠൻ പാണ്ഡ്യ രാജവംശത്തിൻ്റെ ആസ്ഥാനമായ മധുരയിലെത്തി. എന്നിട്ട് അവിടുത്തെ സൈന്യത്തിന് കൂടുതൽ അഭ്യാസമുറകൾ പറഞ്ഞുകൊടുക്കുകയും അവരുടെ ആയുധശേഖരം വിപുലപ്പെടുത്തുവാനും പറഞ്ഞുകൊടുത്തു. പന്തളം രാജകുമാരനായ മണികണ്ഠനെ നേരിൽ കണ്ട അവിടുത്തെ പ്രജകൾക്ക് മണികണ്ഠൻ ഒരു അതിശയ പുരുഷനായി മാറിയിരുന്നു. ആദരിക്കേണ്ടവരെ ബഹുമാന സൂചകമായി തമിഴ്നാട്ടുകാർ അയ്യൻ എന്നാണ് സംബോധന ചെയ്യാറുള്ളത്. അവരെല്ലാവരും മണികണ്ഠനെ അയ്യൻ എന്ന് ആദരവോടെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. മണികണ്ഠന് അയ്യപ്പൻ എന്ന പേര് സിദ്ധിക്കാൻ ഇതും ഒരു കാരണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ കാലത്ത് സൗരാഷ്ട്രക്കാരായ ഒരു പറ്റം ബ്രാഹ്മണർ മധുര നഗരത്തിൽ കുടിയേറി പാർത്തിരുന്നു. പട്ടുവസ്ത്രങ്ങൾ നെയ്ത് വിൽപ്പന നടത്തുന്നവരായിരുന്നു അവർ. മണികണ്ഠൻ താമസിച്ചിരുന്ന കൊട്ടാരത്തിനടുത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ഒരു പട്ടുവസ്ത്ര വ്യാപാരിയുടെ മകൾക്ക് മണികണ്ഠനോട് അനുരാഗം തോന്നി. അവൾ നിരന്തരം മണികണ്ഠനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുഷ്കല എന്നു പേരുള്ള ആ സുന്ദരിക്കുട്ടി ഒരു ദിവസം മണികണ്ഠനോട് തൻ്റെ അനുരാഗം തുറന്നു പറഞ്ഞു. അപ്പോൾ മണികണ്ഠൻ ഞാനൊരു ബ്രഹ്മചാരിയാണെന്നും ദൈവകാര്യാർത്ഥം ജന്മം കൊണ്ടതാണെന്നും മലയാളക്കാരിയെ സംരക്ഷിക്കുകയാണ് എൻ്റെ ദൗത്യമെന്നും അനുയോജ്യനായ മറ്റൊരു പുരുഷനെ കണ്ടെത്തി വിവാഹം ചെയ്യണമെന്നും പറഞ്ഞു. എന്നാൽ പുഷ്കല മണികണ്ഠനോട് അങ്ങ് ജന്മോദ്ദേശം പൂർത്തിയാക്കി ബ്രഹ്മചര്യം ഉപേക്ഷിക്കുന്നതുവരെ കാത്തിരിക്കാമെന്നും തന്നെ ഉപേക്ഷിക്കരുതെന്നും അഭ്യർത്ഥിച്ചു. ഇത് കേട്ട് ധർമ്മസങ്കടത്തിലായ മണികണ്ഠൻ അവൾക്ക് ആശ്വാസം പകരാനായി ഇങ്ങനെ പറഞ്ഞു. നിന്റെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ ഭർത്താവായി കിട്ടാൻ നീ വളരെ കാലം കാത്തിരിക്കേണ്ടി വരും. കേരളക്കരയിലെ കാടുകൾക്കിടയിൽ ഞാൻ കുടിയിരിക്കുന്ന കാലത്ത് നിനക്ക് എൻ്റെ അരികിൽ സ്ഥാനം ലഭിക്കും. ഉചിതമായ സമയം സമാഗതമാകുമ്പോൾ നമ്മുടെ വിവാഹം നടക്കുമെന്നും പറഞ്ഞ് മണികണ്ഠൻ തിരിച്ചു പോന്നു. പന്തളത്ത് തിരിച്ചെത്തിയ മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ രാജാവ് രാജശേഖരൻ തീരുമാനിച്ചു. റാണിക്കും ഇതിൽ സന്തോഷമായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ മന്ത്രിക്ക് ഇരിക്കപ്പൊറുതി ഇല്ലാതായി. സർവാധികാരിയായി തീരുന്ന മണികണ്ഠൻ തന്നെ വരച്ച വരയിൽ നിർത്തുമെന്ന് മനസ്സിലാക്കിയ മന്ത്രി എന്തു വില കൊടുത്തും ആ ഉദ്യമത്തെ തടയാൻ തീരുമാനിച്ചു. മണികണ്ഠനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച മന്ത്രി ഒരു കുപ്രസിദ്ധനായ ദുർമന്ത്രവാദിയെ സമീപിച്ചു. താൻ റാണിയുടെ ആജ്ഞപ്രകാരമാണ് ഇവിടേക്ക് വന്നതെന്നും മണികണ്ഠൻ റാണിയുടെ സ്വന്തം മകനല്ലാത്തതുകൊണ്ട് മണികണ്ഠനെ ഇല്ലാതാക്കണമെന്നും അങ്ങനെ ചെയ്താൽ
തക്കതായ പ്രതിഫലം നൽകാമെന്നും കള്ളം പറഞ്ഞു. മന്ത്രിയെയും റാണിയെയും ധിക്കരിക്കാൻ ധൈര്യമില്ലാതിരുന്ന ദുർമന്ത്രവാദി ദുഷ്കർമ്മങ്ങൾ ചെയ്ത് മണികണ്ഠനെ ദ്രോഹിച്ചു. അതിൻ്റെ ഫലമായി മണികണ്ഠൻ രോഗബാധിതനായി കിടപ്പിലായി. അതിശക്തമായ ജ്വരവും മാത്രമല്ല ശരീരമാകെ വ്രണങ്ങളും ഉണ്ടായി. കഠിനമായ വേദനയാൽ പുളയുന്ന മകൻ്റെ ദയനീയാവസ്ഥയിൽ രാജാവും റാണിയും ദുഃഖിതരായി. രാജാവ് രാജവൈദ്യനെ വരുത്തിയെങ്കിലും അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മറ്റു പല വൈദ്യന്മാരും മണികണ്ഠനെ ചികിത്സിച്ചെങ്കിലും മണികണ്ഠൻ്റെ രോഗത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാജാവ് ശിവപൂജയ്ക്കിടെ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ ഒരു വൃദ്ധ സന്യാസി രാജകൊട്ടാരത്തിലെത്തി. അവർ വൈദ്യനാണെന്ന് മനസ്സിലാക്കിയ രാജാവ് മണികണ്ഠൻ്റെ രോഗവിവരം അവരോട് പറഞ്ഞു. മണികണ്ഠൻ്റെ അന്തഃപുരത്തിൽ ആ സന്യാസിയെ കൂട്ടിച്ചെന്നു. മണികണ്ഠനെ നോക്കിയ സന്യാസിക്ക് മണികണ്ഠന് ശക്തമായ ആഭിചാര പ്രയോഗത്തിലൂടെ ഉണ്ടായ അസുഖമാണെന്ന് മനസ്സിലായി. എന്നിട്ട് അവർ മണികണ്ഠനെ താങ്ങിയിരുത്തി തൻ്റെ കമണ്ഡലുവിലെ തീർത്ഥം പാനം ചെയ്യിച്ചിട്ട് തൻ്റെ മടിക്കുത്തിൽ നിന്നും ഭസ്മമെടുത്ത് മണികണ്ഠൻ്റെ ശരീരമാകെ വിതറിക്കൊടുത്തു. പെട്ടെന്ന് തന്നെ മണികണ്ഠൻ്റെ ക്ഷീണമൊക്കെ മാറി ശരീരത്തിലുള്ള വ്രണങ്ങളൊക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. മണികണ്ഠൻ പൂർവാധികം തേജസ്സുള്ളവനായി തീർന്നു. രാജാവ് നന്ദിസൂചകമായി കൈ കൂപ്പിക്കൊണ്ട് സന്യാസിയെ നോക്കിയെങ്കിലും ആ സന്യാസി അവിടെ നിന്നും അപ്രത്യക്ഷനായിരുന്നു. തൻ്റെ മനം നൊന്തുള്ള വിളി കേട്ടെത്തിയ സാക്ഷാൽ മഹാദേവനായിരുന്നു അതെന്ന് അപ്പോൾ രാജാവിന് മനസ്സിലായി. എന്നാൽ മന്ത്രിയാകട്ടെ തൻ്റെ ആഭിചാരപ്രയോഗം മണികണ്ഠനിൽ ഫലിച്ചിട്ടില്ലെന്നറിഞ്ഞ് അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. മന്ത്രി നേരെ റാണിയുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. എന്നിട്ട് റാണിയോട് ഏഷണി പറയാൻ ആരംഭിച്ചു. മന്ത്രി പറഞ്ഞു, എന്തിനാണ് സ്വന്തം പുത്രനായ രാജരാജനെ ഒഴിവാക്കി കാട്ടിൽ നിന്നും കിട്ടിയ മണികണ്ഠനെ യുവരാജാവാക്കുന്നത്? മണികണ്ഠൻ രാജാവായാൽ പിന്നെ റാണിയും രാജരാജനും ഇവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. മണികണ്ഠൻ പഠിച്ച കള്ളനാണ്. ഈ രാജ്യം എങ്ങനെയെങ്കിലും സ്വന്തമാക്കി നിങ്ങളെയൊക്കെ പുറത്താക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ള പല നുണകഥകളും റാണിയോട് പറയാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട റാണി ആദ്യമൊക്കെ മന്ത്രിയെ എതിർത്തെങ്കിലും മെല്ലെ മെല്ലെ റാണിയുടെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ മന്ത്രിക്ക് ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും അതൊന്നും പുറത്തു കാട്ടാതെ റാണിയെ വീണ്ടും എരികേറ്റി വിട്ടു. ഒടുവിൽ റാണി പറഞ്ഞു, എൻ്റെ മകനായ രാജരാജന് ദോഷം വരുന്ന യാതൊന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ മന്ത്രി പറഞ്ഞു, റാണി സഹിക്കാനാവാതെ വയറുവേദന ഭാവിച്ച് കിടക്കണം. എത്ര വൈദ്യന്മാർ വന്ന് പരിശോധിച്ചാലും വേദന കുറയുന്നില്ല എന്ന് തന്നെ പറയണം. തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്ഷയ്ക്ക് വേണ്ടി റാണി അതൊക്കെ അനുസരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ റാണി വയറുവേദന അഭിനയിച്ച് കിടക്കാൻ തുടങ്ങി. ഇതു കണ്ട് രാജാവ് മന്ത്രിയോട് എത്രയും വേഗം കൊട്ടാരം വൈദ്യനെ വരുത്തുവാൻ പറഞ്ഞു. കൊട്ടാരം വൈദ്യൻ വന്ന് റാണിയെ പരിശോധിച്ച് മരുന്ന് നൽകി. പക്ഷേ അതിലൊന്നും റാണിയുടെ അസുഖത്തിൽ കുറവുണ്ടായില്ല. റാണിയെ ചികിത്സിക്കാൻ പ്രശസ്തരായ കുറേ വൈദ്യന്മാർ വന്നെങ്കിലും ആർക്കും റാണിയുടെ രോഗകാരണമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ പല മരുന്നുകളും മാറി മാറി നൽകിയെങ്കിലും റാണിയുടെ രോഗം മൂർച്ഛിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ മന്ത്രി ഒരു ദിവസം രാജാവിനോട് അപൂർവ സിദ്ധിയുള്ള ഒരു വൈദ്യനുണ്ടെന്നും അയാളെ കൊണ്ടുവരട്ടെ എന്നും ചോദിച്ചു. രാജാവ് സമ്മതിച്ചപ്പോൾ മന്ത്രി ഒരു വ്യാജ വൈദ്യനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അയാൾക്ക് മന്ത്രി ആദ്യമേ തക്കതായ പ്രതിഫലമൊക്കെ നൽകി കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ റാണിയെ പരിശോധിച്ച ആ വ്യാജ വൈദ്യൻ റാണിക്ക് അസാധാരണമായ രോഗമാണെന്നും അത് മാറണമെങ്കിൽ പുലിപ്പാൽ വേണമെന്നും പറഞ്ഞു. ഇത് കേട്ട് ഭയന്നു നിന്ന രാജാവിനോട് മന്ത്രി പറഞ്ഞു, നമുക്ക് മണികണ്ഠനെ കാട്ടിലേക്ക് അയക്കാം. മണികണ്ഠൻ വിചാരിച്ചാൽ
പുലിപ്പാലല്ല, പുലിയെ തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇത് കേട്ട് രാജാവ് മന്ത്രിയോട് കോപിച്ചു. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു, അച്ഛൻ സമാധാനിക്കൂ, ഞാൻ ചെന്ന് പുലിപ്പാൽ കൊണ്ടുവരാം. രാജാവിന് എന്തു ചെയ്യണം എന്നറിയാതെയായി. ഒരു വശത്ത് വയറുവേദന കൊണ്ട് പൊളിയുന്ന രാജ്ഞി, മറുവശത്ത് കാട്ടിൽ പോകാൻ നിർബന്ധം പിടിക്കുന്ന മണികണ്ഠൻ. ഒടുവിൽ മണികണ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രാജാവ് മനസ്സില്ല മനസ്സോടെ സമ്മതം മൂളി. അങ്ങനെ മണികണ്ഠൻ കാട്ടിലേക്ക് തിരിച്ചു. പുലിപ്പാലിനായിട്ട് കാട്ടിലേക്കുള്ള യാത്രാ മധ്യേയാണ് മണികണ്ഠൻ വാവരുടെയും കൂട്ടരുടെയും ആക്രമണത്തിനിരയായത്. ഒടുവിൽ മണികണ്ഠൻ തൻ്റെ ദൈവിക സിദ്ധിയാൽ അവരെ എല്ലാവരെയും ഒറ്റയ്ക്ക് പൊരുതി തോൽപ്പിച്ചു. അതായത് മണികണ്ഠൻ വാവരുടെ സൈന്യത്തിലെ ഒരാളെ പോലും കൊന്നില്ല. പകരം അവരെയൊക്കെ അവിടെ നിന്നും അപ്രത്യക്ഷരാക്കുകയാണ് ചെയ്തത്. ഒടുവിൽ വാവരും മണികണ്ഠനും മാത്രം അവശേഷിച്ചു. ഭയന്നുപോയ വാവർക്ക് തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് മനസ്സിലായി. മണികണ്ഠൻ്റെ മുഖത്തെ ദിവ്യ തേജസ് കണ്ടറിഞ്ഞ വാവർ തൻ്റെ കയ്യിലെ ആയുധം താഴെയിട്ട് തൊഴുകൈയോടെ ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് തൻ്റെ അപരാധം പൊറുക്കാൻ മണികണ്ഠനോട് അഭ്യർത്ഥിച്ചു. ചെയ്തുപോയ തെറ്റുകൾ തിരിച്ചറിയുന്നത് ഭാഗ്യമാണെന്നും അതിൽ പശ്ചാത്തപിച്ചതോടെ തൻ്റെ പാപമെല്ലാം നീങ്ങിയെന്നും അന്യർക്ക് സഹായം ചെയ്തില്ലെങ്കിലും ആരെയും ദ്രോഹിക്കരുതെന്നും മണികണ്ഠൻ അരുളി ചെയ്തു. അപ്പോൾ വാവർ മണികണ്ഠനോട് തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ മണികണ്ഠൻ, എൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കാനും മലയാളക്കരയുടെ രക്ഷകനായി ഞാൻ വനമധ്യത്തിൽ വാസമുറപ്പിക്കുമ്പോൾ തൻ്റെ ശിഷ്യനായി സ്വീകരിക്കാമെന്നും അപ്പോൾ തൻ്റെ അടുത്തായി നിനക്ക് സ്ഥാനം നൽകാമെന്നും തന്നെ കാണാൻ വരുന്നവർ നിന്നെയും കാണാൻ വരുമെന്നും മതങ്ങളല്ല മനുഷ്യരാണ് വലുതെന്നും വാവരെ അറിയിച്ചു. എന്നിട്ട് മണികണ്ഠൻ കാട്ടിലേക്ക് നടന്നു. അപ്പോൾ അങ്ങയുടെ സഹായത്തിനായി ഞാനും കൂടെ വരട്ടെ എന്ന് വാവർ ചോദിച്ചു. ഈ ദൗത്യം താൻ ഏകനായി ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ മണികണ്ഠൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് നടന്നു നീങ്ങി. കുറെ നടന്നപ്പോൾ പെട്ടെന്ന് മണികണ്ഠൻ്റെ മുന്നിലേക്ക് ദേവേന്ദ്രൻ പ്രത്യക്ഷനായി. മണികണ്ഠനോട് മഹിഷി നിഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ മണികണ്ഠൻ ദേവേന്ദ്രൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് യാത്രയായി. എരുമയുടെ ശിരസും മനുഷ്യസ്ത്രീയുടെ ഉടലുമുള്ള ഒരു ഭീകരരൂപിയായ അസുരസ്ത്രീയായിരുന്നു മഹിഷി, മഹിഷാസുരൻ്റെ സഹോദരി. മഹിഷിയുമായി മണികണ്ഠൻ യുദ്ധം തുടങ്ങി. കുറേ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം മഹിഷി മണികണ്ഠനെ തൻ്റെ കൂർത്ത കൊമ്പിൽ കുത്തി കോർത്തെടുക്കാൻ വേണ്ടി പാഞ്ഞു ചെന്നു. അപ്പോൾ മണികണ്ഠൻ വേഗത്തിൽ ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി അവളുടെ കൊമ്പുകളിൽ പിടുത്തമിട്ടു. എന്നിട്ട് അവളെ പൊക്കിയെടുത്ത് അതിശക്തിയോടെ സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൾ നേരെ ഭൂമിയിലേക്ക് വന്ന് പതിച്ചു. ഭയാനകമായ ശബ്ദത്തോടെ മഹിഷി എന്ന എരുമ വന്നു വീണ സ്ഥലമാണ് പിന്നീട് എരുമേലി എന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ വന്ന് പതിച്ചിട്ടും മരിക്കാതിരുന്ന മഹിഷിയുടെ നേരെ മണികണ്ഠൻ ഒരു ദിവ്യാസ്ത്രം പ്രയോഗിച്ചു. അവളിൽ അവശേഷിച്ചിരുന്ന ജീവൻ കൂടി നഷ്ടപ്പെട്ടപ്പോൾ ആ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ തേജസ് രൂപം കൊണ്ട് അതിസുന്ദരിയായ ഒരു കുമാരിയുടെ രൂപം പ്രാപിച്ചു. അവൾ താൻ ഗാലവ മഹർഷിയുടെ മകളായ ലീലയാണെന്നും ദത്തമഹർഷിയുടെ ശാപത്താൽ മഹിഷിയായി തീർന്നതാണെന്നും ഒക്കെ മണികണ്ഠനോട് പറഞ്ഞു. തന്നെ പത്നിയായി സ്വീകരിക്കണമെന്നും അപേക്ഷിച്ചു. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു, എൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ എനിക്ക് ബ്രഹ്മചര്യം ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ല. കലിയുഗ ധർമ്മ പരിപാലനമാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. മലയാളക്കരയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്നിൽ നിക്ഷിപ്തമാണ്. ആ ദൗത്യം പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ബ്രഹ്മചര്യം ഉപേക്ഷിക്കുകയുള്ളൂ. അതുവരെ ഭവതിയെ സ്വീകരിക്കാൻ ആവില്ല എന്ന് മണികണ്ഠൻ പറഞ്ഞു. മാത്രമല്ല, ഞാൻ വനത്തിൽ കുടികൊള്ളുന്ന സമയത്ത് എൻ്റെ ഇരിപ്പിടത്തിന് ഇടതുവശത്തായി നിനക്കും സ്ഥാനം ലഭിക്കുമെന്ന് മണികണ്ഠൻ പറഞ്ഞു. അപ്പോൾ എത്ര കാലം അങ്ങയുടെ പത്നിയാകാൻ
കാത്തിരിക്കേണ്ടി വരുമെന്ന് ചോദിച്ച ദേവിയോട്, എന്നെ ദർശിക്കാൻ എപ്പോഴാണോ കന്നി അയ്യപ്പന്മാർ വരാതിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മചര്യം ഉപേക്ഷിച്ച് ഭവതിയെ ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് മണികണ്ഠൻ മറുപടി പറഞ്ഞു. മഹിഷി നിഗ്രഹണം നിർവഹിച്ചതിൽ സന്തുഷ്ടനായ ദേവേന്ദ്രൻ മണികണ്ഠനോടുള്ള നന്ദി സൂചകമായി ഒരു ഈറ്റപ്പുലിയായി മാറി. അപ്പോൾ മറ്റുള്ള ദേവന്മാർ കടുവകളും പുലികളുമായി മാറി. മണികണ്ഠൻ ആ ഈറ്റപ്പുലിയുടെ പുറത്തേറി കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. മണികണ്ഠൻ അനേകം പുലികളുടെ അകമ്പടിയോടെ പുലിപ്പുറത്തേറി വരുന്ന കാഴ്ച കണ്ട ജനങ്ങളാകെ ഭയത്തോടെ ദൂരേക്ക് മാറി നിന്നു ആ കാഴ്ച കണ്ടു. കാവൽക്കാരും പടയാളികളും ഭയത്തോടെ ഓടിച്ചെന്ന് രാജാവിന് വിവരമറിയിച്ചു. രാജാവും അസുഖം മാറിയതായി ഭാവിച്ച് രാജാവിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്ന റാണിയും ഓടിച്ചെന്ന് നോക്കുമ്പോൾ വൻപുലിയുടെ പുറത്തേറി ദിവ്യ തേജസ്സോടെ ഇരിക്കുന്ന മണികണ്ഠനെയും തൊട്ടുപുറകിൽ അനുസരണയോടെ നടന്നുവരുന്ന പുലിക്കൂട്ടങ്ങളെയും കണ്ട് തൻ്റെ പുത്രൻ ദൈവതുല്യനാണെന്ന് തിരിച്ചറിഞ്ഞു. ശിശുവായിരിക്കുന്ന മണികണ്ഠനെ കയ്യിലെടുത്തപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട സന്യാസി വര്യൻ ഉരുവിട്ട വാക്കുകൾ അതേപടി സംഭവിച്ചിരിക്കുന്നു. തൻ്റെ പുത്രൻ ഹരിഹരസുതൻ തന്നെയാണെന്ന് രാജാവിന് ബോധ്യമായി. അപ്പോൾ റാണി തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അതൊക്കെ ചെയ്തത് മന്ത്രിയുടെ പ്രേരണ മൂലമാണെന്നും പറഞ്ഞു. എല്ലാം കേട്ടുനിന്ന മണികണ്ഠൻ ഈറ്റപ്പുലിയോട് ആംഗ്യം കാണിച്ചപ്പോൾ അവരെല്ലാം അപ്രത്യക്ഷരായി. എന്നിട്ട് മണികണ്ഠൻ രാജാവിനോട് തൻ്റെ കൊട്ടാരവാസം അവസാനിപ്പിക്കുവാനുള്ള സമയമായെന്നും നടന്നതെല്ലാം ദൈവകൽപ്പിതമാണെന്നും തൻ്റെ അവതാരോദ്ദേശ്യം പൂർത്തിയായതിനാൽ ഇനി എന്നെ പോകാൻ അനുവദിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ രാജാവ് വിഷമത്തോടെ തങ്ങളെ വിട്ടു പോകരുതെന്നും ഇവിടെ തന്നെ വസിക്കണമെന്നും എനിക്ക് അങ്ങയെ കണ്ടു കൊതി തീർന്നിട്ടില്ലെന്നും എൻ്റെ മരണം വരെ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ മണികണ്ഠൻ ഒരു ശരമെടുത്ത് വില്ലിൽ തൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ എയ്തുവിടുന്ന ഈ ശരം എവിടെ ചെന്ന് വീഴുന്നുവോ അവിടെ വന്നാൽ അങ്ങേക്ക് എന്നെ കാണാൻ കഴിയും. ഈ ശരം കണ്ടെത്തുവാനുള്ള ദിവ്യമായ കണ്ണുകൾ ഞാൻ അങ്ങേക്ക് നൽകുന്നു. ഞാൻ സ്വാമി അയ്യപ്പനായി അവിടെ വാഴും. ഈ ശരം കണ്ടെത്തുന്ന സ്ഥലത്ത് അങ്ങ് എനിക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുക. അവിടെ വന്ന് എന്നെ ദർശിക്കുന്ന സകലർക്കും എൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞ് മണികണ്ഠൻ ശരം കിഴക്കൻ വനപ്രദേശത്തെ ലക്ഷ്യമാക്കി എയ്തുവിട്ടു. അപ്പോൾ തന്നെ ഹരിഹരപുത്രൻ അപ്രത്യക്ഷനായി. തളർന്നു നിന്നുപോയ രാജാവ് പെട്ടെന്ന് മണികണ്ഠൻ്റെ വാക്കുകൾ ഓർത്ത് കർമ്മോത്സുകനായി. രാജാവ് പരിവാരങ്ങളെയും കൂട്ടി ശരം പാഞ്ഞുപോയ ദിക്ക് ലക്ഷ്യമാക്കി കൊടും വനത്തിലൂടെ സഞ്ചരിച്ചു. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ രാജാവിന് തൻ്റെ ഉൾക്കണ്ണാൽ കിഴക്കൻ മലകൾക്കപ്പുറത്തായി പതിച്ചിരിക്കുന്ന ശരം കാണാനായി. വളരെ ബുദ്ധിമുട്ടി അവർ ആ സ്ഥലത്തെത്തി. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും പാറക്കൂട്ടങ്ങളും മാമരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ നിറഞ്ഞ വഴിയായിരുന്നു അത്. അതിലൂടെ നടക്കുമ്പോൾ ആകാശം പോലും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അത്ര വലിയ കാടായിരുന്നു അത്. പിന്നീട് 18 മലകൾ താണ്ടി വലിയൊരു കുന്നുകയറി രാജാവും പരിവാരങ്ങളും ആ ശരം കണ്ടെത്തി. അപ്പോൾ മണികണ്ഠൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇനി ഇവിടെയാണ് എൻ്റെ ആസ്ഥാനം. എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടേക്ക് വരണം. ഇവിടെ ഒരു ക്ഷേത്രം പണിത് എൻ്റെ പ്രതിരൂപം ഇവിടെ പ്രതിഷ്ഠിക്കണം. ഇത്രയും അരുളി ചെയ്ത് മണികണ്ഠൻ അപ്രത്യക്ഷനായി. പെട്ടെന്ന് പന്തളം രാജാവിൻ്റെ മുന്നിൽ ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, രാജാവേ, ക്ഷേത്ര നിർമ്മാണത്തിന് അങ്ങ് ബുദ്ധിമുട്ടേണ്ടതില്ല. ഇവിടെ ക്ഷേത്രം വേണമെന്നത് ഹരിഹരപുത്രൻ്റെ അഭിലാഷമാണ്. ദേവകാര്യാർത്ഥം അവതാരം സ്വീകരിച്ച മണികണ്ഠൻ മഹിഷി എന്ന അസുരനായികയിൽ നിന്ന് ദേവന്മാരെ രക്ഷിച്ചു. അതിനാൽ ക്ഷേത്ര നിർമ്മാണം ദേവന്മാർ നിർവഹിക്കുന്നതാണ്. തുടർന്നുള്ള ചുമതലകൾ അങ്ങ് നിർവഹിച്ചു കൊള്ളുക. അങ്ങനെ ദേവശില്പിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര നിർമ്മാണം ഉടൻ ആരംഭിച്ചു. കിഴക്കോട്ട് ദർശനം വരുന്ന വിധത്തിൽ ശ്രീകോവിൽ നിർമ്മിച്ചു. താഴ്വരയിൽ നിന്ന് 18 പടികൾ കയറി വേണം മുകളിലുള്ള ശ്രീകോവിലിനു മുന്നിലെത്താൻ. അയ്യപ്പൻ്റെ പ്രതിരൂപം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് രാജാവും ദേവേന്ദ്രനും ആലോചിക്കുന്ന സമയത്താണ്
പരശുരാമൻ അവിടേക്ക് കടന്നു വന്നത്. ദേവേന്ദ്രൻ പരശുരാമനോട് ആദരവോടെ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പരശുരാമ, അങ്ങ് തക്ക സമയത്ത് തന്നെ ഇവിടേക്ക് എഴുന്നള്ളി. സ്വാമി അയ്യപ്പനെ പ്രതിഷ്ഠിക്കാനായി നിർമ്മിച്ച ക്ഷേത്രമാണിത്. ഭഗവാൻ ഹരിഹരസുതൻ്റെ ഏതു രൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നറിയാതെ വിഷമിക്കുകയാണ് ഞങ്ങൾ. അതുകേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പരശുരാമൻ പറഞ്ഞു: ദേവേന്ദ്ര, മലയാളക്കാരുടെ സംരക്ഷകനായി അവതാരമെടുത്തവനാണ് കലിയുഗവരദനായ ശാസ്താവ്. കിഴക്കൻ മലനിരകളിൽ 5 ശാസ്താവിൻ്റെ 5 വിഗ്രഹങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. പൊന്നമ്പലമേട്ടിലാണ് 5ാമത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഉചിത സ്ഥാനമല്ലെന്ന് പിന്നീട് ബോധ്യമായി. ഭക്തജനങ്ങൾക്ക് അവിടെ എത്തിച്ചേരുക വളരെ ബുദ്ധിമുട്ടാണ്. ഈ ക്ഷേത്രസ്ഥാനം അയ്യപ്പൻ തന്നെ കണ്ടെത്തിയതായതിനാൽ ഏറ്റവും ഉത്തമമാണ്. പൊന്നമ്പേട്ട മേട്ടിൽ നിന്ന് ഞാൻ തന്നെ ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാം. ദേവേന്ദ്രനും രാജശേഖരനും അതിനോട് യോജിച്ചു. അപ്പോൾ തന്നെ പരശുരാമൻ പൊന്നമ്പലമേട്ടിൽ നിന്ന് അയ്യപ്പൻ്റെ വിഗ്രഹമെടുത്ത് അവരുടെ അടുക്കലെത്തി. അപ്പോഴേക്കും അവിടെ എത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠരുടെയും തന്ത്രിപ്രമുഖന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പരശുരാമൻ തന്നെ മുട്ടുകുത്തിയിരിക്കുന്ന വിധത്തിലുള്ള ധർമ്മശാസ്ത്ര വിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. വലതുകരം ചിന്മുദ്രയോടു കൂടിയതും ഇടതുകരം ഇടതുകാൽമുട്ടിൽ നീട്ടിവെച്ച നിലയിലുള്ളതും മുഖം പ്രസന്നവും തേജസ്സേറിയതുമായിരുന്നു. ധർമ്മശാസ്താവ് അഷ്ടദേവ ക്ഷേത്രവാസിയായി സ്ഥിതി ചെയ്ത് മലയാളക്കരയെ കാത്തുരക്ഷിക്കും. സന്യാസഭാവത്തിൽ ഇവിടെ കഴിയാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ശ്രീരാമൻ്റെ ദർശനഭാഗ്യത്തിനായി അനേകകാലം ശബരി എന്നൊരു വൃദ്ധസന്യാസിനി ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിയുകയും ചെയ്തിരുന്നു. ശ്രീരാമ ദർശനത്തോടെ മോക്ഷം പ്രാപിച്ച അവർ സ്വർഗസ്ഥയായി. അങ്ങനെ പുണ്യഭൂമിയായി മാറിയ ഈ ശബരിമലയിൽ ധർമ്മശാസ്താവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സദാ ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. ഭഗവാൻ അത് സമ്മതിച്ചതിനാണ് ഞാനും ഇവിടെ എത്തിയത്. പരശുരാമൻ സന്തോഷത്തോടെ പറഞ്ഞു. ഈ സമയത്ത് ശ്രീധർമ്മശാസ്താവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാവർക്കും ദർശനം നൽകി. ശാസ്താക്ഷേത്രത്തിന് ഇടതുവശത്ത് കുറേ അകലെയായി അല്പം പിറകോട്ട് മാറി മാളികപ്പുറത്ത് ദേവിയുടെ പ്രതിഷ്ഠ കൂടി നടത്തണമെന്നും നിർദ്ദേശിച്ച ഭഗവാൻ അയ്യപ്പൻ പന്തളം രാജാവിന് മോക്ഷം നൽകിയിട്ട് ശാസ്താവിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു. പരശുരാമ നിർദ്ദേശപ്രകാരം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിന് വലതുവശത്ത് പിന്നിലായി മഹാഗണപതിയെയും അതിനു പിന്നിലായി നാഗരെയും പ്രതിഷ്ഠിച്ചു. മാളികപ്പുറത്ത് അയ്യപ്പൻ്റെ ഭാവിവധു എന്ന സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവി മാളികപ്പുറത്തമ്മ എന്നറിയപ്പെട്ടു. വാവരുസ്വാമി, കടുത്തസ്വാമി എന്നു 2 ഉപദേവതകളെയും 18ാം പടിക്കു താഴെ പ്രത്യേകം ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്നു. പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് ഉയർത്തിയെടുത്ത മലയാളക്കരയുടെ രക്ഷയ്ക്കായി അദ്ദേഹം കിഴക്കൻ മലയോരങ്ങളിൽ 108 ശാസ്താവിഗ്രഹങ്ങളും പടിഞ്ഞാറെ സമുദ്രതീരത്ത് 108 ദുർഗാവിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. കുളത്തുപുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, കാന്തമല, ശബരിമല എന്നിവയാണ് അവയിൽ പ്രധാനമേറിയ 5 ശാസ്താക്ഷേത്രങ്ങൾ. സ്വാമി അയ്യപ്പൻ്റെ അവതാര ലക്ഷ്യം തന്നെ കലിയുഗ വരദനായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുക എന്നതായിരുന്നല്ലോ. സ്വാമിയേ ശരണമയ്യപ്പ. ഹരേ കൃഷ്ണ.